കാനഡയിലെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആൽബർട്ട പ്രവിശ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ആൽബർട്ട അഡ്വാൻറ്റേജ് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി ജോലിക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി മുതൽ തങ്ങളുടെ പ്രൊഫൈൽ സമർപ്പിക്കുമ്പോൾ നിശ്ചിത തുക ഫീസായി നൽകണം. ഇതുവരെ സൗജന്യമായിരുന്ന വർക്കർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 30 മുതൽ ആൽബർട്ട സർക്കാർ പുതിയ വർക്കർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സിസ്റ്റം നടപ്പിലാക്കിയിരുന്നു. ഈ സിസ്റ്റം പ്രകാരം ആൽബർട്ടയിൽ PR ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾ ആദ്യം ഒരു വർക്കർ പ്രൊഫൈൽ തയ്യാറാക്കി സമർപ്പിക്കണം. 2026 ഏപ്രിൽ 7 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ഓരോ പ്രൊഫൈൽ സമർപ്പിക്കുന്നതിനും $135 ഫീസായി നൽകേണ്ടതുണ്ട്. നേരത്തെ ഈ പ്രൊഫൈൽ സമർപ്പിക്കാൻ ഫീസ് നൽകേണ്ടതില്ലായിരുന്നു. എന്നാൽ അപേക്ഷകരുടെ എണ്ണം അമിതമായി വർദ്ധിച്ചതും അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ വർദ്ധിച്ചതുമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രവിശ്യ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഒരാൾ ആദ്യമായി പ്രൊഫൈൽ നൽകുമ്പോൾ $135 നൽകണം. പിന്നീട് ആൽബർട്ട സർക്കാരിൽ നിന്ന് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിക്കുകയാണെങ്കിൽ $1500 കൂടി നൽകി അപേക്ഷ പൂർത്തിയാക്കണം. ആകെ ഏകദേശം $1635, അതായത് ഏകദേശം $1 ലക്ഷം മുകളിൽ ഒരു വ്യക്തിക്ക് നോമിനേഷനായി മാത്രം ചെലവാകും. ആൽബർട്ടയിലെ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ 44,000-ലധികം ആക്റ്റീവ് പ്രൊഫൈലുകളുണ്ട്. എന്നാൽ 2026 ഫെഡറൽ ഗവൺമെന്റ് ആൽബർട്ടയിലേക്ക് അനുവദിച്ചിട്ടുള്ളത് ആകെ കോട്ട വെറും 6,403 മാത്രമാണ്. ഇതിനകം തന്നെ 1000-ലധികം നോമിനേഷനുകൾ പ്രവിശ്യ നൽകി കഴിഞ്ഞു. അപേക്ഷകരുടെ തിരക്ക് നിയന്ത്രിക്കാനും ഗൗരവകരമായി ആൽബർട്ടയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ മാത്രം കണ്ടെത്താനും ഈ ഫീസ് സഹായിക്കുമെന്ന് സർക്കാർ കരുതുന്നുണ്ട്. അനാവശ്യമായ പ്രൊഫൈലുകൾ ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾ ആൽബർട്ട അഡ്വാൻറ്റേജ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. AIP പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ജോലി പരിചയം, വിദ്യാഭ്യാസം, ഭാഷാ പ്രാവീണ്യം, അത് IELTS, PT, പ്രായം എന്നിവ നൽകിയൊരു പ്രൊഫൈൽ തയ്യാറാക്കണം. പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ $135 ഓൺലൈനായി അടയ്ക്കണം. നിങ്ങളുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു പോയിന്റ് ലഭിക്കും. പ്രവിശ്യയുടെ തൊഴിൽ മേഖലയിലെ ആവശ്യകതകൾ പരിഗണിച്ച് ഉയർന്ന പോയിന്റ് ഉള്ളവരെയും പ്രത്യേക വിഭാഗത്തിലുള്ളവരെയും, ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ, ടൂറിസം, ഈ മേഖലയിലുള്ളവരെയും സർക്കാർ തിരഞ്ഞെടുക്കും. നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ $1500 അടച്ച് ഫുൾ ആപ്ലിക്കേഷൻ നൽകണം. 2026 ഏപ്രിൽ മുതൽ ആൽബർട്ട ചില മാറ്റങ്ങൾ കൂടി പ്രൊഫൈലിൽ വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ പ്രൊഫൈൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശമ്പളം എത്രയാണ്, ആഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നീ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അടുത്ത ഡ്രോകളിലേക്ക് പരിഗണിക്കപ്പെടില്ല. നിലവിലുള്ള പ്രൊഫൈലുകളുള്ളവർ ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതും അനിവാര്യമാണ്. ആൽബർട്ട പ്രധാനമായും 4 വർക്കർ സ്ട്രീമുകളിലൂടെയാണ് ആളുകളെ സ്വീകരിക്കുന്നത്. ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീം, നിലവിൽ ആൽബർട്ടയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി വാഗ്ദാനമുള്ളവർക്കും വേണ്ടിയുള്ളത്. 2 ആൽബർട്ട എക്സ്പ്രസ് എൻട്രി സ്ട്രീം, ഫെഡറൽ എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് ആൽബർട്ടയിലേക്ക് വരാനുള്ള എളുപ്പവഴി. 3 റൂറൽ റിന്യൂവൽ സ്ട്രീം, നഗരപ്രദേശങ്ങൾക്ക് പുറത്തുനിന്നുള്ള ചെറിയ കമ്മ്യൂണിറ്റികളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. 4 ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സ്ട്രീം, ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. കാനഡ മറ്റു പ്രവിശ്യകളെ അപേക്ഷിച്ച് കുറഞ്ഞ ജീവിത ചെലവും ഉയർന്ന ശമ്പളവുമാണ് മലയാളികളെ ആൽബർട്ടയിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ പുതിയ ഫീസ് വർധനവ് കുറഞ്ഞ വരുമാനമുള്ള ജോലികളിലേക്ക് വരാനിരിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടിയായേക്കാം. എങ്കിലും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അപേക്ഷിക്കുന്നവർക്ക് ഈ ഫീസ് ഒരു വലിയ തടസ്സമാകില്ല. $135 അടയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആവശ്യമായ പോയിന്റ് ഉണ്ടെന്നും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ആൽബർട്ടയിൽ ഡിമാൻഡ് ഉണ്ടെന്നും ഉറപ്പുവരുത്തണം. IELTS അല്ലെങ്കിൽ PT സ്കോറുകൾ, ECA റിപ്പോർട്ട് എന്നിവ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം. എല്ലാവർക്കും എല്ലാ സ്ട്രീമും യോജിക്കണമെന്നില്ല. നിങ്ങളുടെ ജോലി ഏത് സ്ട്രീമിലാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കർശനമാകുന്നതിന്റെ സൂചനയാണ് ആൽബർട്ടയിൽ നിന്നുള്ള ഈ വാർത്തകൾ. എന്നാൽ അർഹരായ തൊഴിലാളികൾക്ക് ഇപ്പോഴും വലിയ അവസരങ്ങൾ ആൽബർട്ട വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു തൊഴിലന്വേഷിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ അപേക്ഷ നൽകുന്നതിന് പകരം കൂടുതൽ ഗൗരവകരമായ സമീപനം സ്വീകരിക്കാൻ ഈ പുതിയ ഫീസ് പ്രേരിപ്പിക്കും. നിങ്ങൾ കാനഡ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുക.